എല്ലാവർക്കും മന്ന എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10ൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഗ്രാമർ പോർഷനിൽ നിങ്ങളുടെ ഫസ്റ്റ് ടേമിൽ ആദ്യം തൊട്ടുള്ള ടോപ്പിക്ക് വൈസായിട്ട് ഞാൻ ഇട്ടുതരാം. ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമൽ ലെറ്ററാണ്. അപ്പം നിങ്ങൾ കുട്ടിക്കാലം മുതലേ കൊച്ചു ക്ലാസ് മുതലേ ഫോർമൽ ലെറ്ററിൻ്റെ പാർട്സും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു 10th ക്ലാസ് ആകുമ്പോൾ നമുക്ക് അതുപോലെയല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫോർമൽ ലെറ്ററിന് 5 മാർക്കിനാണ് വരുന്നത്. അപ്പം അതിനൊരു ഫോർമാലിറ്റി ഉണ്ട്. അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നുണ്ട്. അപ്പം ഞാനത് ഒരു ഓർഡറിൽ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഫോർമൽ ലെറ്ററിനകത്ത് വരുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. ഇനി ആദ്യത്തെ അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഫോർമൽ ലെറ്ററിനൊരു ബോഡിയും ഇതുണ്ട്, ഫോർമാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഫോർമാറ്റിൻ്റെ ആദ്യം എന്താണുള്ളത്, നമുക്ക് സെൻറ്റേഴ്സ് അഡ്രസ്സാണ്. സെൻറ്റേഴ്സ് അഡ്രസ്സാണ് ഒന്നാമത്. സെൻറ്റേഴ്സ് അഡ്രസ്സാണ്. സെൻറ്റേഴ്സ് അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അതിനെയാണ് സെൻറ്റേഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സെൻറ്റേഴ്സ് അഡ്രസ്സിൽ എപ്പോഴും എന്തുണ്ട്, യു മസ്റ്റ് നോട്ട് പുട്ട് എ കോമ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ. ഓരോ ലൈനിലും നമ്മൾ കോമ പുട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കുഞ്ഞുനാളിൽ എന്താ എഴുതാറ്, നമ്മളൊരു എഴുതുകയാണ് 241/23 സർദാർ നഗർ മുംബൈ. അപ്പം ഓരോന്ന് സർദാർ നഗർ കോമ, മുംബൈ കോമ, മീററ്റ് കോമ, എത്താപ്പ കോമ എന്നൊക്കെ നമ്മൾ കോമ ഇട്ട് ലാസ്റ്റിലാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അപ്പം അത് ചെയ്യാൻ പാടില്ല. യു മസ്റ്റ് നോട്ട് പുട്ട് എ കോമ അറ്റ് ദ എൻഡ് ഓഫ് എ ഈച്ച് ലൈൻ. ഓക്കെ. അപ്പം നമുക്കൊന്നിനും വേണ്ട, ഈ കോമ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണ്ട. ഒരു ലൈനിൽ 2 വാക്കുകൾ വരുവാണെങ്കിൽ മാത്രം കോമ പുട്ട് ചെയ്താൽ മതി. പിന്നെ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. അപ്പം സെൻറ്റർ അഡ്രസ് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ആ ലെഫ്റ്റ് സൈഡിലാണ് ഫോർമാറ്റ് എഴുതേണ്ടത്. സെൻറ്റർ അഡ്രസ്സിന് താഴെയാണ് ആരെ കൊടുക്കേണ്ടത്, ഡേറ്റിനെ കൊടുക്കേണ്ടത്. ഡേറ്റ് അറിയാമല്ലോ, ഏത് ഡേറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് ആ എക്സാം ഡേറ്റാണ് എക്സാം പേപ്പറിൽ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസീവേഴ്സ് അഡ്രസ്സാണ്. തേർഡ് വൺ ഈസ് റിസീവേഴ്സ് അഡ്രസ്സ്. റിസീവേഴ്സ് അഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആർക്കാണോ, ഏത് ഒഫീഷ്യലിനാണോ നമ്മൾ കത്തയക്കുന്നത് അതാണ് റിസീവേഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം സെൻറ്റേഴ്സ് അഡ്രസ്സിനും ഡേറ്റിനും തൊട്ട് താഴെയാണ് റിസീവേഴ്സ് അഡ്രസ്സ് എഴുതേണ്ടത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ എഡിറ്റർ, ടൈംസ് ഓഫ് ഇന്ത്യ, ദേവഗിരി റോഡ്, മുംബൈ അല്ലെങ്കിൽ ഡൽഹി 111-002 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കൊടുക്കുന്നത് റിസീവേഴ്സ് എങ്ങോട്ടാണോ അയക്കുന്നത് ആ അഡ്രസ്സ് ഇതിൻ്റെ രണ്ടിൻ്റെ താഴെ അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇത് എഴുതേണ്ടത്. ഇനി നമ്പർ 4 എന്ന് വെച്ചാൽ സബ്ജക്റ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ, ഇറ്റ് എക്സ്പ്രസ് ദ മെയിൻ തീം ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലെറ്റർ ക്ലിയർലി. ഇറ്റ് മസ്റ്റ് ബി എ ബ്രീഫ് ആസ് പോസിബിൾ. അപ്പം സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നല്ല ക്ലാരിറ്റിയുള്ള എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള തീമായിരിക്കണം സബ്ജക്റ്റിനകത്ത് എഴുതുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ, ക്വസ്റ്റ്യനകത്ത് എന്താണ് ഡിനോട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന 4ാമത്തെ മാറ്ററിനകത്ത് നമ്മൾ ഫോർമാറ്റിനകത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി 5ാമത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സല്യൂട്ടേഷനാണ്. ഓക്കെ. സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഗ്രീറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഒഫീഷ്യലിനെ എങ്ങനെയാണ്, ഹൗ ടു ഗ്രീറ്റ് ആൻ ഒഫീഷ്യൽ. സർ എന്നോ മാഡം എന്നോ വെക്കാം, ഡിയർ സർ എന്നോ ഡിയർ മാഡം എന്ന് വെക്കാം. അക്കോർഡിംഗ് ടു ഒഫീഷ്യൽസ് എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതിനെ അനുമാനിച്ചുകൊണ്ട്
നമുക്ക് സല്യൂട്ടേഷനകത്ത് ഡിയർ ചേർക്കാം, അല്ലാത്ത പക്ഷം ഡിയർ ചേർക്കാൻ പാടില്ല. അൺനോൺ ആണ്, നമുക്കറിയില്ല, അയാളൊരു ഹൈലി പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്ന് മാത്രമേ അറിയത്തുള്ളെങ്കിൽ സാർ എന്നോ മേഡം എന്നോ ചേർക്കാൻ പാടുള്ളൂ, പേരെഴുതാൻ പാടില്ല. ബിക്കോസ് പൊസിഷൻ്റെ അക്കോർഡിംഗ് ആണ്. പിന്നെ ജെൻഡർ ഡിനോട്ട് ചെയ്യണം മസ്റ്റായിട്ട്. നിങ്ങൾ പെണ്ണിനാണോ ആണിനാണോ എഴുതുക, അതാണ് സർ എന്നോ മേഡം എന്നോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സല്യൂട്ടേഷനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സർ എന്നോ മാഡം എന്നോ എഴുതിയിട്ട് അല്ലെങ്കിൽ ഡിയർ സർ എന്നോ ഡിയർ മാഡം എന്നോ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം ഇൻ ഒഫീഷ്യൽ ലെറ്ററിനകത്ത്. ഇനി 6th വൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് വെച്ചാൽ ബോഡി ഓഫ് ദ ലെറ്ററെ നമ്മൾ ഇതാണ്ട് ഇവിടെ ഒരു നമ്മൾ ഇതെല്ലാം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് എഴുതിയത്. അപ്പോൾ ബോഡി ഓഫ് ദ ലെറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിൻ്റെ ഇവിടം തൊട്ടാണ്. അപ്പോൾ ഒരു ബോഡി ഓഫ് ദ ലെറ്ററിനകത്ത് ഈ ബോഡിയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നതാണ്. ഈ ബോഡി ഓഫ് ദ ലെറ്ററിനകത്ത് ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് ഉണ്ട്. എന്താണ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ലൈനിൻ്റെ അരികിൽ നിന്നല്ല ഇത്തിരി ഒരു സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറി അത് സ്റ്റാർട്ട് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് എന്താണ്? ഇറ്റ് സ്റ്റാർട്ട് ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ലെറ്റർ. പർപ്പസാണ് എഴുതേണ്ടത്. പർപ്പസ് എഴുതി നമ്മൾ കൺവീൻസ് ചെയ്യണം എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നതെന്ന്. അപ്പോൾ രണ്ടാമത് ഇത് 1 ആണ്. ഇനി 2 എന്താണ്? ഇനി നമ്മൾ ഇൻഫോർമേറ്റീവ് പാരഗ്രാഫാണ്. ഇൻഫോർമേറ്റീവ് പാരഗ്രാഫിനകത്ത് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ പർപ്പസ് പറഞ്ഞു, ഡീറ്റെയിൽ ചെയ്യണം. ഡീറ്റെയിൽസ് ദ പ്രോബ്ലം. അപ്പം ബോഡി ഓഫ് ദ ലെറ്ററിനകത്ത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിനകത്ത് പർപ്പസാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ഒരു ചെറിയ 2-3 സെൻറ്റൻസ് കൊണ്ട് ഇതിനെ അവസാനിപ്പിച്ചിട്ട് ഇൻഫോർമേറ്റീവ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇൻഫോർമേറ്റീവ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പോൾ എന്ത് വേണം? ഡീറ്റെയിൽസ് വേണം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഡീറ്റെയിൽസ് വേണം. ഡീറ്റെയിൽസ് ആയിട്ട് പാരഗ്രാഫ് എഴുതണം. മൂന്നാമത്തത്, അപ്പോൾ 3rd വൺ എന്ന് പറയുന്നത് കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. കൺക്ലൂഡിങ് പാരഗ്രാഫ് അല്ലെങ്കിൽ സെൻറ്റൻസ്. ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റേറ്റ് യുവർ ഹോപ്പ്, കമൻസ്, റിക്വസ്റ്റ്, സജഷൻ. ഈ കൺക്ലൂഡിങ് പാരഗ്രാഫും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിനെ പോലെ വളരെ ചെറിയ ലഘുവായിട്ടുള്ള സെൻറ്റൻസുകളെ വയ്ക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പറയുവാണ് കൺക്ലൂഡ്, ഇതെനിക്ക് ഐ ഹോപ്പ് യു, അല്ലെങ്കിൽ ഞാൻ ഹോപ്പ് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, ഇത് എൻ്റെ റിക്വസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് 1-2 നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഞാൻ ഹോപ്പോടെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കണം ഈ മൂന്നാമത്തതിനകത്ത് നിങ്ങൾ എഴുതാൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ 6th ഈ 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി 7th പറയാൻ പോകുന്നത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് കേട്ടോ. കോംപ്ലിമെൻ്ററി ക്ലോസ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് വെച്ചാൽ എന്താ? അവരെ എന്താ വിധേയത്തോടെ നമ്മൾ പറയുകയാണ്. എന്താ? യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഇതാണ് ലെറ്ററിൻ്റെ എൻഡ് ഓഫ് ദ ലെറ്ററാണ് എന്ത്? കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ക്ലോസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റ് ഞാൻ പറഞ്ഞു തരാം. യുവേഴ്സ് ട്രൂലി. ഇത് എന്താണ്? കറക്റ്റായിട്ടുള്ള പാറ്റേൺ ആണ്. കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? യുവേഴ്സ് ട്രൂലി. ഇവിടെ എന്താ തെറ്റ് വന്നേ? ഇവിടെ നമുക്ക് അപ്പോസ്ട്രോഫി വേണ്ട, ഇവിടെ ടി ക്യാപിറ്റൽ ലെറ്റർ വേണ്ട. ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ഒരു 90% സ്റ്റുഡൻസും തെറ്റിക്കുന്നതാണ്. അപ്പം യുവേഴ്സിന് അപ്പോസ്ട്രോഫി എസ് അല്ല, ട്രൂലിക്ക് യുവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിമെൻ്ററി ക്ലോസിനകത്തും എന്ത് വേണ്ട? ക്യാപ്സ് വേണ്ട, ക്യാപിറ്റൽ ലെറ്റർ വേണ്ട. അപ്പം മനസ്സിലായല്ലോ.
അപ്പം കോമൺ ആയിട്ട് വരുന്ന എററുകൾ വരുത്തരുത്. അപ്പോൾ ഇനി 8th എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു. നമ്മുടെ ഇതെന്താണ്? സിഗ്നേച്ചർ. നിങ്ങൾക്ക് എന്താണ് സിഗ്നേച്ചർ ഉള്ളതെന്ന് വെച്ചാൽ ആ സിഗ്നേച്ചർ എഴുതി നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലെറ്റർ. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കറക്റ്റായിട്ടൊരു ലെറ്ററിൻ്റെ കറക്റ്റ് ഫോർമാറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാനൊരു കംപ്ലയിൻറ്റ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു തന്നു. ഞാനൊരു കംപ്ലയിൻറ്റ് ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് എടുക്കുകയാണ്. ഞാൻ ഒരു 2-3 വരി ഇവിടെ എഴുതി. ആദ്യമേ ചെയ്ത വീഡിയോ ഒരു ഇത്തിരി ബ്ലറായിപ്പോയി, അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് രണ്ടാമത് ചെയ്തത്. അത്ര എഴുതി. അപ്പോൾ ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമേ എന്താണ് ഇതിന് വേണ്ടത്? നമുക്കൊരു സെൻറ്റേഴ്സ് അഡ്രസ്സാണ്. സെൻറ്റേഴ്സ് അഡ്രസ്സ് ഞാൻ ഇവിടെ എഴുതി 35 കൈലാഷ് കോളനി, ന്യൂഡൽഹി എന്നെഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റാണ്. ഡേറ്റ് ഞാൻ ഇവിടെ എഴുതി 11 August 2021 എന്ന്. മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്? റിസീവറിൻ്റെ അഡ്രസ്സാണ്. ആർക്കാണോ? ദ കമ്മീഷണർ, ഡൽഹി പോലീസ്, ന്യൂഡൽഹി എഴുതി. അപ്പം എവിടെയൊക്കെയാണ് ഞാൻ ക്യാപ്സ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. പിന്നെ എങ്ങും ഞാൻ കോമ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നാലാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റിനകത്ത് എന്തുവാണ്? ഒന്നുകിൽ നിങ്ങൾക്കിവിടെ 2 കുത്തിടാം. സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് laws against C ക്യാപിറ്റലാണ് ചൈൽഡ്, L ക്യാപിറ്റൽ ലേബർ. ഇപ്പം ഇത്രയും മനസ്സിലായോ? ഇതാണ് സബ്ജക്റ്റ്. ഇനി നമുക്കൊരു ഇത് 4ാമത്തെ സ്റ്റെപ്പാണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പിനകത്ത് എന്താ? സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ സിറ്റി പോലീസ് കമ്മീഷനാണ്. നമുക്ക് ഡിയർ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ സല്യൂട്ടേഷനകത്ത് സർ. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്. 6ാമത്തെ സ്റ്റെപ്പ് ലെറ്ററിൻ്റെ ബോഡിയാണ്. നിങ്ങൾക്ക് ചൈൽഡ് ലേബർ നിങ്ങൾ കണ്ട കാര്യം, നിങ്ങൾ എന്താണ് കണ്ടത്, ഇല്ലെങ്കിൽ അതിന് എന്താണ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇനി ഇത് 6ാമത്തെ ബോഡി ഓഫ് ദ ലെറ്ററാണ് 6. ഇനി 7th എന്ന് പറയുന്നത് 7ാമത്തത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. അപ്പം നമുക്കിവിടെ വിധേയത്തോട് കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഇത് 7ാമത്തെ. അപ്പം നിങ്ങളുടെ 8ാമത്തത് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ഇട്ട് എഴുതുകയല്ല. അപ്പം നിങ്ങളുടെ പേരെഴുതി ഒപ്പിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ പേരെഴുതാം. സച്ചിൻ എഴുതാം. സച്ചിൻ അല്ലെങ്കിൽ ഒപ്പ്. ഇതാണ് ലെറ്ററിൻ്റെ കംപ്ലീറ്റ് ഫോർമാറ്റ്. മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.